ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഒഡീഷ ഒരു കുടുംബത്തെ അതിക്രൂരമായി ബോംബ് വെച്ച് കൊന്ന കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്ന ഒഡീഷയിലെ പട്നാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. 26 വയസ്സുള്ള ശേഖർ, അവൻ്റെ അച്ഛൻ, അമ്മ, സഹോദരി, അങ്ങനെ ഒരു നല്ല കുടുംബമാണ്. അച്ഛനുണ്ടെങ്കിൽ പ്രൊഫസറായിട്ടാണ് ഒരു കോളേജ് വർക്ക് ചെയ്യുന്നത്. അമ്മയുണ്ടെങ്കിൽ ഒരു കോളേജ് പ്രിൻസിപ്പളാണ്. അതോടെ തന്നെ സഹോദരി കസിഖിസ്ഥാനിലുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുടുംബമാണ്. അങ്ങനെ ഫെബ്രുവരി 18-ാം തീയതിയാണ് ഈ ശേഖറിൻ്റെ കല്യാണം നടക്കുന്നത്. അതിനെ തുടർന്ന് ഫാമിലി എല്ലാം ഒന്നു ചേർന്ന് അങ്ങനെ കല്യാണമൊക്കെ നല്ലോണം കഴിഞ്ഞു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശേഖറിൻ്റെ അനിയത്തി തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്തുണ്ടെങ്കിൽ ശേഖറിൻ്റെ അച്ഛനും കൂടെ പോകുന്നുണ്ട്. അമ്മയ്ക്കുണ്ടെങ്കിൽ ഒരുപാട് നാൾ ലീവ് എടുത്തുകൊണ്ട് തന്നെ ഇനി ലീവിന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജോലിക്കും പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ ആ വീട്ടിൽ ഉണ്ടായിരുന്ന 3 പേരാണ്. ശേഖറും വൈഫും അമ്മൂമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോളിംഗ് ബെല്ല് അടിക്കുകയുണ്ടായി. അത് വന്ന് നോക്കിയപ്പോൾ കാണും ഒരു കൊറിയറാണ് വന്നിരിക്കുന്നത്. ആ കൊറിയർ നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്ന പേരെന്ന് പറഞ്ഞാൽ SK സിംഗ എന്ന് പറഞ്ഞുള്ള പേരാണ്. പക്ഷേ അത് അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. ഇപ്പോൾ ആ അഡ്രസ്സിൽ വന്നതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ച ഗിഫ്റ്റ് എന്തോന്ന് അറിയാൻ വേണ്ടി നോക്കുകയും ശ്രമിച്ചു. ഈ ഗിഫ്റ്റ് എന്തോന്ന് അറിയാൻ വേണ്ടി അമ്മൂമ്മയും അടുത്ത് വന്നു. ശേഖറാണ് തുറക്കാൻ പോയത്. ആ സമയത്തുണ്ട് ഈ വൈഫ് അടുക്കളയിൽ കുറച്ച് ദൂരെയാണ് നിന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സൗണ്ട് മാത്രമേ കേട്ടോളൂ അയൽവാസികൾ. പെട്ടെന്ന് അവർ വന്ന് നോക്കിയപ്പോൾ കാണും വീട് മുഴുവനും കത്തി നിൽക്കുന്നുള്ള രീതിയിലാണ് കാണുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാരെല്ലാം വിചാരിച്ചത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അവർക്ക് എന്തോ സംഭവിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവർ ഫയർഫോഴ്സിനെ വിളിച്ച് അവിടെ വരികയും ചെയ്തു. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ കാണാം, അങ്ങനെ റെസ്ക്യൂ ടീം വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ദേഹം മുഴുവനും തീ പിടിച്ചുള്ള രീതിയിലാണ് കാണുന്നത്. അതോടെ തന്നെ ശേഖറിൻ്റെ അമ്മൂമ്മയും ഒരു 90% അവരുടെ ദേഹം മുഴുവനും തീ പിടിച്ച് കഴിഞ്ഞു. അതേ സമയത്ത് രമയുണ്ടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ 40% മാത്രമേ തീ പിടിച്ചുള്ള രീതിയിലുള്ളൂ. അങ്ങനെ അവരെ എല്ലാം അടുത്തുള്ള ആശുപത്രിയിൽ ഉടനെ തന്നെ എത്തിക്കുന്നു. പക്ഷേ അവിടെ വെച്ച് തന്നെ ആ അമ്മൂമ്മ മരണപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഫെസിലിറ്റി ഒന്നും ഭയങ്കര നല്ലോണം ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇവിടെ നോക്കാനൊന്നും കഴിയത്തില്ല, വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ അയക്കണമെന്ന് പറയുന്നു. അങ്ങനെ ശേഖറിനെ ഉണ്ടെങ്കിൽ ശേഖറിൻ്റെ വൈഫിനെ വേറൊരു ഹോസ്പിറ്റലിൽ അയക്കുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ശേഖർ മരിക്കുന്നു. പിന്നുള്ളത് രേമയാണ്. അവൾക്ക് മാത്രമേ എന്ത് നടന്നുള്ള കാര്യം അറിയത്തുള്ളൂ. പക്ഷേ പോലീസ് ആ സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലാവുന്നു അതുണ്ടെങ്കിൽ ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചതോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അല്ല, അത് ബോംബ് പൊട്ടിത്തെറിച്ചതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ബോംബ് സ്ക്വാഡൊക്കെ വന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്യണം. പക്ഷേ ആരാണ് അയച്ചത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും ഒന്നുമില്ല. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോഴാണ് രമയുണ്ടെങ്കിൽ ബോധത്തിൽ വരുന്നത്. ആ സമയത്താണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് രമ പറയുന്നത്. സോ ആ സമയത്തുണ്ടെങ്കിൽ ഏത് കൊറിയർ പാർസൽ എവിടെ നിന്നുള്ള കമ്പനിയാണെന്ന് അതിനൊക്കെ നോക്കി അവിടെ ചെന്ന് അന്വേഷിക്കുന്നു ആരാന്നുള്ളത്. പക്ഷേ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ CCTV ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ആരാണ് കൊണ്ടുവന്നതെന്നുള്ള ഒരു വിവരവും ഇല്ല. സോ ഈ നടന്ന കാര്യങ്ങളെല്ലാം അവർ പോലീസ് ഉണ്ടെങ്കിൽ മീഡിയയിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഈ വന്ന കൊറിയറിൽ ഉണ്ടായിരുന്ന പേര് മാറ്റിയാണ് പറയുന്നത്. അത് അവർക്ക് പോലീസിൻ്റെ ഒരു അബദ്ധമാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിനെ തുടർന്ന് പിന്നെയും കേസ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ വേറെ വിവരങ്ങളൊന്നും ഇല്ല. അങ്ങനെ വീട്ടുകാർക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ വീട്ടിൽ ആർക്കും അങ്ങനെ വലിയ ഡൗട്ടുള്ള ആരുടെയും പേരിൽ ഡൗട്ടൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശേഖറിൻ്റെ അമ്മ പറയുന്നത്, എനിക്ക് ഒരാളുമായിട്ട് കോളേജിൽ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ അത് കൊല്ലുന്ന രീതിയിലുള്ളൊരു പ്രശ്നമുള്ള ഒരു ഈഗോ ക്ലാഷ് മാത്രമേ എൻ്റെ കൂടെ സ്കൂളിലുള്ളത് തന്നെയാണ്, അവിടെ പഠിപ്പിക്കുന്ന ഒരു സാറാന്ന് പറയുന്നുണ്ട്. സോ അയാളെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് കൊല്ലുന്ന രീതിയിലുള്ള ഒരു മോട്ടീവ് അതിൽ നിന്നുണ്ടാവുന്നില്ല. സാധാ രീതിയിലൊരു ഈഗോ ക്ലാഷ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അയാളെയും വെറുതെ വിടുന്നുണ്ട്. അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു തെളിവുകളോ ഒന്നും കിട്ടുന്നുമില്ല. ചുമ്മാ ഈ കേസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്തുണ്ടെങ്കിൽ ജനങ്ങൾ ഇത് ഭയങ്കരമായിട്ട് അത് ഏറ്റെടുക്കുക. അതോടെ തന്നെ പോലീസിനെ ഭയങ്കര കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. അവർ അനാസ്ഥയാണ് ഇങ്ങനത്തുള്ള കേസുകൾ അധികം ഉണ്ടാകാനുള്ള സാധ്യത. അതോടെ തന്നെ പെട്ടെന്ന് തന്നെ ഈ പ്രതി അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ലൂപ്പോളോ അങ്ങനത്തുള്ള ഒന്നും കിട്ടുന്നൊന്നുമില്ല. പിന്നെയും വീട്ടുകാർക്ക് പോലീസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന് പിന്നെയും ചോദിക്കുന്നു. ആ സമയത്താണ് ഈ ശേഖറിൻ്റെ ഉണ്ടെങ്കിൽ മൊബൈൽ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അതോടെ തന്നെ ഈ രമ പറയുന്നുണ്ട് ഇതേ കണക്കൊരു കല്യാണത്തിന് മുമ്പ് ശേഖറിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രമയെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതിനെ പറ്റിയുള്ള കാര്യം എൻ്റെ അടുത്ത് ശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നതും പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ വേറൊരു കോളോ അങ്ങനത്തുള്ള ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെന്നാണ് രമ പറയുന്നത്. സോ അത് ആരാന്നുള്ളത്
ഫോൺ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുക, അവനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു. അപ്പോഴാണ് അവൻ പറയുന്നത് ഞാനുണ്ടെങ്കിൽ വൺ സൈഡായിട്ട് രമയെ സ്നേഹിച്ചിരുന്നു. ആ സമയത്താണ് ഈ കല്യാണത്തിനെ പറ്റിയുള്ള വിവരം ഞാൻ അറിഞ്ഞത്. അവൻ കല്യാണം കഴിക്കാൻ പാടില്ലെന്നൊരു ലക്ഷ്യം കൊണ്ട് ഞാൻ ആ സമയത്ത് വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്, അല്ലാതെ കൊല്ലാനുള്ള മോട്ടീവ് ഒന്നും ഇല്ലെന്ന് എനിക്ക് പറഞ്ഞു. പക്ഷേ അത് പോലീസ് അങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അവനെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും വലിയ വിവരമൊന്നും കിട്ടില്ല. അതിനുശേഷം ലൈ ഡിറ്റക്ടർ ടെസ്റ്റൊക്കെ നടത്തി നോക്കി. എന്നിട്ടും അവൻ പറഞ്ഞത് ശരിയെന്നുള്ള രീതിയിലാണ് അതിലും കാണിച്ചത്. ആകെപ്പാടെ അവർക്ക് കിട്ടിയൊരു തുമ്പ് മാത്രമാണ്. പക്ഷേ അതിൽ നിന്നും പ്രത്യേക ഒരു ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവോ കിട്ടിയെന്ന് ചോദിച്ചാൽ അതുമില്ല. അങ്ങനെ ഇത് കുറേ നാൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ആരെ എന്ത് ചെയ്തതെന്ന് ഒരു വിവരം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ SP വരുന്നത്. നിങ്ങൾ കൊടുത്തിരുന്ന പേര് വേറെയാണ്, ഈ പേരല്ല. സോ നിങ്ങൾ ചുമ്മാ പാവങ്ങളെ പിടിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പേരിൽ വേറെ 2-3 പേരുണ്ട്. അവർ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തുള്ള ദൂരത്ത് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു ലെറ്റർ പോലത്തുള്ള രീതി SP വന്നിരുന്നു. സോ ഇതിനെ പറ്റിയുള്ള പല ഡീറ്റെയിൽസും വീട്ടുകാർക്ക് അറിയാമോ എന്ന് ചോദിച്ച് ആ ലെറ്റർ ഉണ്ടെങ്കിൽ വീട്ടുകാരെയും കാണിക്കുന്നുണ്ട്. അവർ ആദ്യമേ വായിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ശേഖരൻ്റെ അമ്മയുണ്ടെങ്കിൽ ഈ ലെറ്റർ പിന്നെയും വായിച്ച് നോക്കുന്നത്. ആ സമയത്ത് പിന്നെയും വായിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ പിന്നെയും ഒരു ശ്രദ്ധയപ്പെടുന്നത് കംപ്ലീറ്റിംഗ് ദി പ്രോജക്റ്റ് അണ്ടർടേക്കൺ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈൻ പോലെ. അത് ആദ്യമേ ഈ ശേഖരൻ്റെ അമ്മ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു, പുഞ്ചിലാൽ മെഹ്റ എന്ന് പറഞ്ഞത്. തൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് സാറെന്ന് പറഞ്ഞാൽ അയാളാന്ന് പറഞ്ഞാൽ അയാൾ ഈ വേർഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് അണ്ടർലൈൻ, അതോടെ തന്നെ കംപ്ലീറ്റിംഗ് ദി പ്രോജക്റ്റ് ഈ വേർഡ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇയാളുടെ പേരൊരു ഡൗട്ടി പറഞ്ഞാൽ ഇയാളായിരിക്കും എന്നുള്ള സാധ്യത പറഞ്ഞു. അങ്ങനെ പോലീസ് പിന്നെ ഇയാളെ പിടിച്ച് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നത്തെയും പോലെ ഇതേ കണക്ക് ജോഗിങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുണ്ടെങ്കിൽ എന്നെ വന്നിട്ട് ഇതേ കണക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ലെറ്റർ ഉണ്ടെങ്കിൽ പോലീസിന് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയച്ചതെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ കൊന്നു കളയുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. സോ ഇത് കേട്ടപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ പോലീസ് എല്ലാ ദിവസവും ഓരോ ക്രിമിനൽസിനെ ഡീൽ ചെയ്യുന്നവർ അവർ വിശ്വസിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അവർ നല്ലോണം പിന്നെ അവരുടെ രീതിയിൽ നല്ലോണം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പുഞ്ചിലാൽ മെഹ്റ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയത്. ഈ സംഭവം സ്റ്റാർട്ടാവുന്നത് 2014 അവനുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ഇംഗ്ലീഷ് സാറായിട്ടാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവ അവിടുത്തെ പ്രിൻസിപ്പളായി മാറുകയും ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2017 ഇതേ കണക്ക് ശേഖറിൻ്റെ അമ്മ അവിടെ ജോയിൻ ചെയ്യുന്നത്. അതോടെ തന്നെ ഹിസ്റ്ററി പ്രൊഫസറായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെയുള്ള സ്റ്റുഡൻസിനെയൊക്കെ നല്ലോണം പഠിപ്പിക്കുകയും നല്ല എഡ്യൂക്കേഷൻ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ അത് ഭയങ്കരമായിട്ടൊരു ഫേമസ്, അവർ ഭയങ്കരമായിട്ട് പ്രിൻസിപ്പളായ കൊള്ളാവുന്ന ഒരുപാട് പേരുടെ റെക്കമെൻഡേഷനും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുകയും ആ സമയത്താണ് അവരുടെ മെയിൻ അതോറിറ്റിയിൽ നിന്ന് തീരുമാനിക്കുന്നത് ഈ ശേഖരൻ്റെ അമ്മയെ തന്നെ പ്രിൻസിപ്പളാക്കാനുള്ള തീരുമാനം അങ്ങനെ എടുക്കുകയും അങ്ങനെ പ്രിൻസിപ്പളാകുകയും ചെയ്യുന്നു. അതേ സമയത്തുണ്ടെങ്കിൽ യവനുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ടീച്ചറായി. സോ ഇത് ഭയങ്കരമായിട്ട് അപമാനം, അതോടെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വൈരാഗ്യം പോലായി. പിന്നെ അവരെ കൊല്ലണമെന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ കുറേ നാൾ ഒരു 8 മാസത്തോളം എങ്ങനെ ഇവരെ കൊല്ലാമെന്നുള്ള രീതിയിലുള്ള റിസർച്ചായി ഒരുപാട് സിനിമകൾ, ക്രൈം സ്റ്റോറീസ് എല്ലാം വായിക്കാനും കാണാനൊക്കെ തുടങ്ങി. അങ്ങനെ 8 മാസം കഴിയുമ്പോഴാണ് ഇതേ കണക്കത്തുള്ള സമയം വരുന്നത് ശേഖറിൻ്റെ കല്യാണം. സോ ഇതാ ബെസ്റ്റ് ടൈം എന്നുള്ളത് അവൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ തന്നെ അങ്ങനെ ശേഖരൻ്റെ കല്യാണത്തിന് 2-3 ദിവസം മുമ്പ് ഈ സംഭവം നടക്കുന്നു. ഇയാളുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ രാവിലെ കോളേജിൽ പഠിപ്പിക്കാൻ പോവുകയും അതിനുശേഷം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നതിന് ശേഷം മൊബൈൽ അവിടെ വെച്ചിട്ട് തന്നെ അവ ഉണ്ടായിരുന്ന കൊറിയർ ഉണ്ടെങ്കിൽ ബോംബൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയാണ്. ട്രെയിൻ സ്റ്റേഷനിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് CCTV ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പെടാൻ പാടില്ലെന്നുള്ള രീതിയിൽ അവിടുത്തെ ട്രെയിനിൽ വിത്തൗട്ടിലാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെ അടുത്തുള്ള ടൗണിൽ വന്ന് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു കൊറിയർ സർവീസ് അവിടെ ചെന്ന് ഗിഫ്റ്റൊക്കെ ഇത് പാക്ക് ചെയ്ത് അയക്കാമെന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചത്. അങ്ങനെ ഓട്ടോ വിളിച്ച് അവിടെ ചെന്ന് ഈ ഓട്ടോക്കാരൻ്റെ കയ്യിലാണ് ഈ ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊറിയർ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ ഉള്ളവർ ഇതിനകത്ത് എന്തുവെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ ഓട്ടോക്കാരൻ അത് അറിയാത്തത് കൊണ്ട് തന്നെ തിരിച്ചു വന്ന് അവൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ദേഷ്യപ്പെട്ടത് സാധനം വാങ്ങിച്ച് അവിടെ നിന്ന് നടന്നു പോയി. വേറെ ഒരു ഓട്ടോ കയറി അടുത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ട്, പോസ്റ്റ് ഓഫീസോ അങ്ങനെ കൊറിയർ ഡെലിവറി ചെയ്യുന്ന സ്ഥലമുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഇതേ കണക്ക് വേറൊരെണ്ണം കണ്ടുപിടിച്ചത്. അവിടെ ചെന്നപ്പോഴും ഇതേ കണക്ക് അവരും ചോദിച്ചു എന്തോ കൊറിയറിനകത്ത്. ആ സമയത്ത് അവൻ പറഞ്ഞു സീറ്റ്സാണ്, വേറെ ഒന്നുമില്ലെന്ന്. അങ്ങനെ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ അത് സെൻഡ് ചെയ്തു. അതിനുശേഷമാണ് പിറ്റേന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്ക് ശേഖറിൻ്റെ വിവാഹത്തിൽ ചെന്ന് അതിൽ പങ്കെടുത്ത് അവരെ നല്ലോണം ആശീർവദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മരണം നടന്നപ്പോൾ അതേ വീട്ടിൽ ചെന്ന് പിന്നെയും വിഷമം അറിയിക്കുന്നതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ അവൻ ഭയങ്കരമായിട്ട് നല്ലോണം അഭിനയിച്ച് അവരെ അത് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവൻ ചെയ്ത തെറ്റാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. അവൻ ഇതൊക്കെ റിസർച്ച് ചെയ്ത സമയം മതിയായിരുന്നു. അവൻ നല്ലോണം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള രീതിയിൽ റിസർച്ച് ചെയ്തിരുന്നു അവൻ പിന്നെയും പഴയ രീതിയിൽ തന്നെ വന്നിരിക്കുന്നതിനെ.
ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തുള്ള ഒരുപാട് ക്രൈം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസായിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനലത് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക്